ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്ക് നടപ്പ് എന്നുള്ളതാണ്. നടപ്പ്, വാക്ക്, WALK, വാക്ക്. നടപ്പ്. നമ്മുടെ വിവിധ നിലകളിൽ നാം നമ്മൾ നടപ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ദുർനടപ്പാണ്, അല്ലേ? പിന്നെയുള്ള നല്ല നടപ്പ്. നല്ല നടപ്പിന് ശിക്ഷിച്ചു എന്ന് നാം കേൾക്കാറുണ്ട്. ചില വിധികളൊക്കെ നല്ല നടപ്പിന് വിധിച്ചു, കാരണം അവൻ്റെ നടപ്പ് മോശമായിരുന്നു. അപ്പോൾ അത് നല്ല ഒരു നടത്തത്തിലേക്ക് ഒരാളെ നയിക്കുന്നതാണ് നല്ല നടപ്പിന് വിധിക്കാന്ന് പറയുന്നത്. അതുപോലെ പല രീതിയിലുള്ള നടപ്പുണ്ട്. ഒപ്പം നടക്കാം, മുമ്പിൽ കയറി നടക്കാം, പിന്നാലെ നടക്കാം, അങ്ങനെ വിവിധ നിലകളിൽ നടക്കാം. അതുപോലെ കാലടികൾ പിന്തുടർന്ന് നടക്കുന്ന ഒരു നടപ്പുണ്ട്. എമിച്ചിരൻ സർ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അവനോട് ചുവടുകൾ പതിഞ്ഞിടം നോക്കി നിന്റെ, അതായത് ആ കർത്താവിന്റെ കാൽപാദം പതിഞ്ഞിട്ടുള്ള അതേ സ്ഥലത്ത് കൂടി തന്നെ നടന്നു പോകുന്ന ഒരു അനുഭവമാണ് അത്. എമിച്ചിരൻ സർ അത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഉള്ള വിവിധ നിലകളിൽ നമുക്ക് നടക്കുവാൻ സാധിക്കും. ദുർനടപ്പായിട്ട് ജീവിക്കുന്നവരുമുണ്ട്, അല്ലാത്ത നല്ല നടപ്പായിട്ട് ജീവിക്കുന്നവരുമുണ്ട്. ഞാൻ അങ്ങനെയുള്ള ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില വ്യക്തികളെയും, അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെ നടക്കണം, നമ്മുടെ നടപ്പ് എങ്ങനെയാണ് എന്ന് നാം ഓരോരുത്തരും ഒന്ന് പരിശോധിക്കേണ്ട ചില ചിന്തകളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 22-ാം വാക്യം. ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 5 വേഴ്സ് 22. ഉൽപ്പത്തി 5:22. അഞ്ചിന്റെ 22ആണോ? അതെ അതെ. അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്? ഹാനോക്കിനെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം ആ സന്ദർഭങ്ങളിൽ വയസ്സ് വളരെ കൂടുതലായിരുന്നു. അതായത് ആളുകൾ 900 വർഷം അല്ലെ അതിനപ്പുറമായിട്ട് ഒക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഹാനോക്ക് ദൈവത്തോടുകൂടെ 300 വർഷം നടന്നു. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമുക്ക് എങ്ങനെ ആണ് ദൈവത്തോടുകൂടി നടപ്പാൻ കഴിയുക? അതോ ദൈവം ഭൂമിയിലേക്ക് വന്ന് ഇങ്ങനെ നമ്മുടെ കൂടത്തെ ഒരു വഴി കൂടെ നടന്നു പോയെന്നാണോ ചിന്തിക്കുന്നത്? അല്ലല്ലോ, ഒരിക്കലുമല്ല. അപ്പോൾ ദൈവ വഴികളിൽ എങ്ങനെയാണ് നടന്നത്? അവനെ ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്നാണ് വായിക്കുന്നത്, അല്ലേ? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതൊരു അതിശോക്തിപരമായിട്ട് ഒരാള് അതിനെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഇങ്ങനെ ദൈവവും ഹാനോക്കും കൂടി ഇങ്ങനെ നടന്നു പോവായിരുന്നു. അങ്ങനെ നടന്ന് എന്ന് ഒരുപാട് ദൂരം അങ്ങ് പോയി. അപ്പൊ തിരിച്ച് ഹാനോക്കിന് അവന്റെ വീട്ടിൽ വരാൻ പറ്റാത്തത് അത്ര ദൂരമായതുകൊണ്ട് ദൈവം പറഞ്ഞു, എന്നാ നമുക്ക് എൻ്റെ കൂടെ നീ അങ്ങ് പോരെ, ഇനി നിനക്ക് തിരിച്ച് വീട്ടിലെത്താൻ സമയമില്ല, അതുകൊണ്ട് നീ എൻ്റെ കൂടെ അങ്ങ് പോരെന്ന് പറഞ്ഞ് ദൈവം കൊണ്ടുപോയെന്നാണ് ഒരു കഥയായിട്ട് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒരു കാര്യം നാം ശ്രദ്ധിക്കണം, ഒരാളിനോട് കൂടെ നമുക്ക് കുറെ ദൂരം നടക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിനെ നമ്മൾ ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ നമ്മുടെ കൂടെ ഒരാൾ, നമ്മൾ രാവിലെ നടക്കാൻ ഇറങ്ങുകയാണ്, നടക്കാൻ എൻ്റെ കൂടെ ഒരാളുണ്ടെന്ന് വെച്ചോ, അദ്ദേഹം വഴി ഞാൻ നടന്നു പോവാണ്. ഞങ്ങള് ഇങ്ങനെ 1ഉം 2ഉം പറഞ്ഞ് അങ്ങോട്ട് വഴക്കുണ്ടാക്കി അതും ഇതും പറഞ്ഞ് തെറ്റി അങ്ങനെ നടക്കാൻ പറ്റുമോ? പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ തന്നെ അടിച്ചു പിരി. ആ നടപ്പ് അവിടെ തന്നെ നിർത്തേണ്ടി വരും. ഒരാൾ തന്നെ പോകും, ഒരാൾ തിരിച്ചു പോകും. അപ്പോൾ ഈ ദൈവത്തോട് കൂടെ ഈ ഹാനോക്ക് നടന്നെങ്കിൽ അവൻ ദൈവവുമായിട്ട് എത്രമാത്രം യോജിച്ച്, അല്ലെങ്കിൽ ഒരേ ആശയങ്ങൾ പങ്കുവച്ച്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കി വളരെ ആ ഒരു യോജിപ്പോടുകൂടി നടന്ന ഒരു വ്യക്തിയായിരുന്നു ഹാനോക്ക്.
നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നാം ദൈവത്തോടു കൂടെ എപ്രകാരമാണ് നടക്കുന്നത്, ദൈവം പറഞ്ഞിരിക്കുന്ന വഴികളിൽ ദൈവം നമ്മളെപ്പറ്റി ഉദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ ആണോ നാം നടക്കുന്നത് എന്ന് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം. അപ്പോൾ ഞാൻ 1-2 വാക്യങ്ങൾ വായിക്കാം. എബ്രായ ലേഖനം 11:5 കൂടെ ഒന്ന് വായിക്കാം. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 5. എബ്രായ ലേഖനം 11:5. വിശ്വാസത്താൽ ആദം മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടിരുന്നാൽ കാണാതെ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുത്തതിന് മുമ്പിൽ സ്ഥാപിച്ചു. അപ്പോൾ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. അതുകൊണ്ടാണ് അവന് ആ ഒരു മഹത്വകരമായ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞു. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. നമ്മെ സംബന്ധിച്ച് നാം ചോദിക്കും, നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതമാണോ നാം നയിക്കുന്നത്? ദൈവം നമ്മെപ്പറ്റി ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ അതേപടി നാം നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ മുന്നോട്ട് പോകട്ടെ. സങ്കീർത്തനങ്ങൾ 116:9 ഒന്ന് വായിക്കാം. സാംസ് 116 വേഴ്സ് 9. സങ്കീർത്തനങ്ങൾ 116:9. അവിടെ ഒരു നടപ്പിനെ പറ്റി പറയുന്നുണ്ട്. മതി. യഹോവയുടെ മുമ്പാകെ നടക്കും. നമുക്കറിയാം, പലപ്പോഴും നാം നടക്കുമ്പോൾ നമ്മൾ ഒരാളുടെ മുമ്പിൽ നടക്കുവാണെങ്കിൽ പുറകെ നടക്കുന്ന ആള് നമ്മളെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. കാലം എങ്ങനെ പോകുന്നു, വീഴുമോ, അല്ലെങ്കിൽ ഓരോ വഴികളും ഇങ്ങനെ ഒരു ശ്രദ്ധിക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുവാണ്, ഞാൻ യഹോവയുടെ മുമ്പാകെ നടക്കും. അതിന്റെ അർത്ഥം എന്താണ്? യഹോവയുടെ മുമ്പിൽ കയറി നടക്കും എന്നുള്ള ആ ഒരു അർത്ഥമല്ല അവിടെ വരുന്നത്. യഹോവയുടെ മുമ്പിൽ എൻ്റെ നടപ്പ് ദൈവത്തിന് മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ തുറന്ന, അതായത് ദൈവത്തിന്റെ സൂപ്പർവിഷനിൽ, ദൈവത്തിന്റെ ആ ഒരു നോട്ടത്തിൽ അല്ലെ ആ ദൃഷ്ടിയിൽ ആണ് ഞാൻ നടക്കുന്നത് എന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ദൈവം നമ്മുടെ നടപ്പ്, കിടപ്പ്, നമ്മുടെ ചിന്തകൾ എല്ലാം പരിശോധിക്കുന്ന ഒരു ദൈവമാണ്. നമുക്ക് ഒരു CCTV ക്യാമറയിൽ കൂടി എങ്ങനെ ഒരാളിനെ നമുക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീക്ഷിക്കാം എന്നുള്ളത് പോലെ ദൈവം നമ്മെ സദാ നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളെ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഒരു സൂപ്പർവിഷൻ നമ്മൾ ചില എഴുതി വെച്ചേക്കുന്നതാണ്. യു ആർ അണ്ടർ CCTV സർവൈലൻസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ്. പല സ്ഥലത്തും കാണാം. നിങ്ങൾ ക്യാമറയുടെ പരിധിയിലാണ് നിൽക്കുന്നത്. അതായത് നിങ്ങൾ എന്ത് ചെയ്താലും ഇത് റെക്കോർഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നാം ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഈ കർത്താവിനെ ശ്രദ്ധിക്കുന്നുണ്ട്, കർത്താവിനോട് കൂടെയുണ്ട്, കർത്താവിന്റെ ആ നിരീക്ഷണത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. അതുപോലെ ഞാൻ എൻ്റെ നടപ്പ് ശരിയായ രീതിയിലുള്ള നടപ്പാണോ എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ചില നടപ്പുകളെ പറ്റി പറഞ്ഞ് മുന്നോട്ട് പോകാം. മീഖ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിക്കാം. യഹോവയുടെ മുമ്പാകെ നടക്കണം, അതുപോലെ എങ്ങനെ നടക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. താഴ്മയോടെ നടക്കണം. നമുക്ക് ഇന്ന് ലോകത്തിൽ ഏറ്റവും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവ വിശേഷമാണ് താഴ്മ. കാരണം നമുക്ക് അഹങ്കരിക്കാൻ അല്ലെങ്കിൽ നിഗളിക്കാൻ അനേക കാര്യങ്ങൾ നമുക്കുണ്ട്. നമുക്ക് സമ്പത്തുണ്ട്, നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് നല്ല ജോലിയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറെ വസ്തുക്കളുണ്ട്. അങ്ങനെ പല 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 കാര്യങ്ങള് നമുക്ക് നിഗളിക്കുവാനും അഹങ്കരിക്കുവാനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. അപ്പൊ നാം അങ്ങനെയുള്ള ഇതെല്ലാം കാണുമ്പോൾ സന്തോഷിക്കാനുള്ള ഭാഗം നമുക്ക് മക്കള് അല്ലെങ്കിൽ അങ്ങനെ ധാരാളം കാര്യങ്ങളിൽ നമുക്ക് പ്രശംസിപ്പാനും സന്തോഷിപ്പാനും നിഗളിപ്പാനും
അഹങ്കരിക്കാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. എന്നാൽ ഇവിടെ മീഖാ പ്രവാചകൻ പറയുകയാണ്, നിങ്ങള് ഹമ്പിളായിട്ട് നടക്കണം. ഹമ്പിൾ ജീവിതത്തിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റോമാലേഖനം 13:13 ഒന്ന് വായിക്കാം. റോമൻസ് ചാപ്റ്റർ 13:13. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം, റോമാലേഖനം 13:13. അവിടെ ഒരു എങ്ങനെ നടക്കണമെന്ന് അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പൗലോസ് അപ്പോസ്തലൻ. മതി അച്ഛാ, മതി. അവിടെ എന്താണ് പറയുന്നത്? പകൽ സമയത്ത് എന്നതുപോലെ മര്യാദയോടെ നടക്കണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം, രാത്രി ആവുമ്പോഴത്തേന് ആ മര്യാദയെല്ലാം കെട്ടാണ്, ഇരുട്ടാണ്, നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ അന്ധകാരത്തിൽ ഒരു ഇരുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും മര്യാദ ഇല്ലാതെ പല രീതിയിൽ നടക്കാൻ നമുക്ക് സാധിക്കും. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നിങ്ങൾ നടപ്പ് മര്യാദ എന്തുവാ? മര്യാദ എന്ന് പറഞ്ഞാൽ ഒരു റോഡിലെ മര്യാദ എന്ന് പറഞ്ഞാൽ എന്തുവാ? റോഡിൽ നമ്മൾ വാഹനം ഓടിക്കുന്ന ഒരാളുടെ മര്യാദ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവർക്ക് സ്ഥലം കൊടുക്കുക, മറ്റുള്ളവരെ പറ്റി ഓർക്കുക, മറ്റുള്ളവരും കൂടെ വണ്ടി ഓടിക്കുന്നുണ്ട്, അല്ലെ ആളുകൾ നടക്കുന്നുണ്ട്, അല്ലെ ആളെ സൈക്കിളിൽ പോകുന്നുണ്ട്, അല്ലെ മറ്റു ചെറിയ വാഹനങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ നമ്മുടേതായ വഴിയിൽ മറ്റുള്ളവർക്ക് യാതൊരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും അപകടങ്ങളും ഉണ്ടാക്കാതെ മുന്നോട്ട് പോകുന്നതിനാണ് ഈ മര്യാദയോടെ നടക്കണം എന്ന് പറയുന്നത്. റെസ്പെക്ട്, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക, മര്യാദയ്ക്ക് ജീവിക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്, മര്യാദയ്ക്ക് നടന്നില്ല അടിച്ചു തന്നെ പൊട്ടിക്കും എന്നൊക്കെ പണ്ട് പറയാറുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ ശ്രദ്ധിച്ച് ആ മര്യാദയോടുകൂടി, അവിടെ ഇംഗ്ലീഷിൽ അതിന്റെ വാക്ക് പറയുന്നത് മര്യാദയ്ക്ക് ഓണസ്റ്റി എന്നാണ് പറയുന്നത്. ഓണസ്റ്റി, അത് നമ്മൾ മലയാളത്തിൽ അതിന്റെ ട്രാൻസ്ലേഷൻ വരുമ്പോൾ വിശ്വസ്തത എന്നുള്ള വാക്കാണ് കൂടുതലും അതിന് ചേരുന്നത്. അപ്പോൾ മര്യാദയ്ക്ക് നമ്മുടെ നടപ്പ് മര്യാദയുള്ളതാണോ? അല്ലെ മറ്റുള്ളവരെ നാം ബഹുമാനിക്കാറുണ്ടോ? ഒരു കൂട്ടു സഹോദരനെ ചിലപ്പോൾ അവൻ സാമ്പത്തികമായിട്ട് നമ്മുടെ അത്രയും മെച്ചമായിരിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മളെക്കാട്ടി താണതാണെന്ന് നമ്മുടെ മനസ്സിൽ തോന്നാം. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സഹോദരനെ മര്യാദയോടെ സ്നേഹത്തോടെ കരുതുവാൻ നമുക്ക് കഴിയുമോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. മുന്നോട്ട് പോകട്ടെ. സങ്കീർത്തനങ്ങൾ 84:11 വായിക്കാം. സാംസ് 84:11. മര്യാദയോടെ നടക്കണമെന്ന് നാം വായിച്ചു. അടുത്ത് എങ്ങനെ നടക്കണമെന്നുള്ളതാണ് മറ്റൊരു തരത്തിലുള്ള എങ്ങനെ നടക്കണമെന്നാണ് അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. 84:11. നേരോടെ നടക്കണം. നേരോടെ നടന്നാൽ ഒരു ഗുണമുണ്ട്. എന്താണ് പറയുന്നത്? ഒരു നന്മയും മുടക്കയില്ല. നമ്മുടെ ആഗ്രഹം എന്തോ, നമ്മൾ എങ്ങനെയും നടക്കും, പക്ഷെ നന്മയൊന്നും മുടക്കാൻ പാടില്ല. എനിക്ക് ഒരു നന്മയും മുടക്കാൻ പാടില്ല. എനിക്ക് തോന്നുന്ന പോലൊക്കെ എല്ലാ രീതിയിലും എനിക്കിഷ്ടമുള്ള രീതിയിൽ നടക്കും. പക്ഷെങ്കിൽ ഒരു നന്മയും ദൈവം എനിക്ക് തരാതിരിക്കരുത്. എല്ലാ നന്മയും നമ്മൾ ദൈവത്തിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെങ്കിൽ നമ്മുടെ നടപ്പ് എങ്ങനെയാണ്? നാം നേരോടെയാണോ നടക്കുന്നത്? നമുക്കറിയാം 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ യോശുവയെ പറ്റി പറയുന്നുണ്ട്. അവനെ പറ്റി പറയുന്നത് അറിയാമോ? ഇടത്തോട്ടും വലത്തോട്ടും മാറാതെ നടന്നെന്നാണ് അവൻ പറയുന്നത്. അതായത് സ്ട്രെയിറ്റ് ഫോർവേഡ്, നേരെയുള്ള നടപ്പ്. നമ്മൾ പലപ്പോഴും നേരായ രീതിയിലല്ല ചിന്തിക്കുന്നത്, നേരായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. വളഞ്ഞ വഴി കൂടെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ എങ്ങനെയും കാര്യം നടത്തുക എന്നുള്ളതാണ്. അതിന് ഇച്ചിരി വളഞ്ഞ വഴിയിലായാലും സാരമില്ല, അതൊക്കെ ദൈവം അങ്ങ് ക്ഷമിക്കും. ഈ ലോകത്താവുമ്പോൾ അങ്ങനെ കുറച്ച് വളവും തിരിവും, ഇച്ചിരി വഞ്ചന, ഇച്ചിരി കള്ളവും, അല്പസ്വല്പമൊക്കെ ഇതൊക്കെ ആവാം, ഒന്നും സാരമില്ല, ദൈവം കണ്ണടച്ചോളും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പിന്നെ കൊലപാതകം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അതൊക്കെ വലിയ പാപങ്ങളാണ്. ഇതൊക്കെ സാരമില്ല, ഇതൊക്കെ ചെറിയ പാപങ്ങളാണ്. വിശ്വാസികളും എല്ലാവരും ചെയ്യുന്ന, അതൊക്കെ സാരമില്ല, ദൈവം സാരമില്ല എന്ന് നമ്മൾ ആ ഒരു രീതിയിലാണ് നാം ചിന്തിക്കുന്നത്. പക്ഷെ ദൈവത്തിന് അങ്ങനെ ഒരു വ്യത്യാസമുണ്ടോ? പാപങ്ങൾ വലിപ്പച്ചെറുപ്പമുണ്ടോ? എല്ലാം പാപങ്ങളെ ഒരുപോലെ ഉള്ളൂ. ദൈവത്തിന് ഇതൊന്നും ഒരു വലിയ പാപം, ചെറിയ പാപം ഒന്നുമില്ല. ഇപ്പൊ കള്ളന്മാരെ, മോഷ്ടാക്കളെ സംബന്ധിച്ച് പറയുക, അവൻ ചെറിയ ഒരു 1000 രൂപയെ കട്ടെടുത്തുള്ളൂ, മറ്റൊരു 10,000 രൂപ എടുത്തു, വലിയ കള്ളം. അങ്ങനെയില്ല.
അപ്പൊ അതൊരു മോഷണമാണ്, അതൊരു തെറ്റാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നേരോടെ നടക്കുക, നേരായ വഴികൾ നടക്കുക, നേരായ വഴികൾ നടക്കുക, നേര് സംസാരിക്കുക. ചിലപ്പോൾ ഈ നേര് സംസാരിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ചിലപ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ചില ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടും. സത്യം പറയുവാണെങ്കിൽ അല്ലേ, നമ്മളെ പറ്റിയുള്ള നമ്മൾ ഉള്ള കാര്യം എന്നോട് ഒരാൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വാസ്തവത്തിൽ ഞാൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. സൗര എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നോ? പിന്നെ പ്രാർത്ഥിച്ചു അല്ലേ. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർ അയ്യോ എന്നാലും എന്നെപ്പറ്റി ഓർത്ത് പ്രാർത്ഥിച്ചില്ലല്ലോ. നമ്മളൊക്കെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചുമ്മാ പറയും, അയ്യോ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളെല്ലാം ഞാൻ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ചുമ്മാ തട്ടിവിടും. പക്ഷെങ്കിൽ വാസ്തവത്തിൽ നമ്മളതൊന്നും ചെയ്യുന്നില്ല നമുക്ക് പറയാം. അതായത് ഇന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് അവന് ചില ദോഷങ്ങളും പറ്റിയിട്ടുണ്ട്. അവൾ സത്യം പറഞ്ഞു കഴിയുമ്പോൾ അവർ നമ്മളെ പറ്റിയുള്ള ഒരു ഇംപ്രഷൻ കുറച്ച് കുറയും. എന്നാലും സാരമില്ല, സത്യം പറയാൻ ശ്രമിക്കുക. അപ്പോൾ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും ദൈവം മുടക്കുകയില്ല. മനുഷ്യർ ചിലപ്പോൾ നമ്മുടെ നന്മ മുടക്കുമായിരിക്കും. എൻ്റെ ഒരു പൈസയും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ കള്ളം പറഞ്ഞ ഒരാളുടെ കടം വാങ്ങിക്കാൻ പോയാൽ ചിലപ്പോൾ അവൻ തരത്തില്ലായിരിക്കും. പക്ഷെ ദൈവം അത് നമ്മുടെ നേരായ മനസ്സ്, നമ്മുടെ ആ നേരായ വഴികൾ കണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു വാക്യം വായിക്കാം. ഗലാത്യർ 5:16 എന്ന് വായിക്കാം. ദ ബുക്ക് ഓഫ് ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 16. ഗലാത്യർ 5:16. അവിടെ എന്താണ് പറയുന്നത്? ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ഹോളി സ്പിരിറ്റിന്റെ ഗൈഡൻസ് നമുക്ക് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട്. ആ ഓർമ്മയോടുകൂടി എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണയിൽ, അനുസരണയിൽ, ആ ഒരു ശ്രദ്ധയിൽ നാം നടക്കണം. നമ്മുടെ ആയിരിക്കും ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ബുദ്ധി അനുസരിച്ച് ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഞാൻ പോകണം എന്ന് നമ്മുടെ ബുദ്ധി നമ്മളെ ഉപദേശിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ചെവിയിൽ മന്ത്രിക്കും, അതല്ല ശരി, അത് ദൈവത്തിന് നിരക്കുന്നതല്ല, ദൈവത്തിന് വിശ്വാസികൾക്ക് യോജിച്ചതല്ല എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇവിടുന്നാണ് പറയുന്നത്, അത് ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ നമുക്ക് കഴിയണം. കാരണം അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേസിനേക്കാളും നല്ലതാണ്. അനുസരണം, പൂർണ്ണമായ ഒബീഡിയൻസ് നമുക്ക് ആവശ്യമാണ്. ആ ഒരു ശ്രദ്ധയോടുകൂടി ആത്മാവ് എന്താണ് പറയുന്നത്, ദൈവത്തിന്റെ ഒരു കാര്യം നാം ചെയ്യാൻ പോകുമ്പോൾ ദൈവസന്നിധി ചെന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്നെ ഗൈഡ് ചെയ്യണമേ, എന്നെ ഉപദേശിക്കണമേ, എനിക്ക് സൽബുദ്ധി പറഞ്ഞതാണ്, എൻ്റെ ബുദ്ധി അല്ല ദൈവമേ, അവിടുത്തെ സകല ബുദ്ധിയെയും നമ്മുടെ സകല മനുഷ്യരുടെ ബുദ്ധിയെക്കാളിലും മികച്ച ബുദ്ധിയാണ് ദൈവത്തിന്, പരിശുദ്ധാത്മാവിനുള്ളത്. അതിനനുസരിച്ച് നമുക്ക് നടക്കുവാൻ കഴിയണം എന്നുള്ളതാണ് അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 15:2 കൊണ്ടൊന്ന് വായിക്കാം. സാംസ് 15:2. സങ്കീർത്തനങ്ങൾ 15:2. അവിടെ ഒരു നടപ്പിനെ പറ്റി പറയുന്നുണ്ട്, എങ്ങനെ നടക്കണമെന്ന് പറയുന്നുണ്ട്. ആ നടപ്പിനെ പറ്റി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, മറ്റൊരു ഭാഗത്തേക്ക് ഒന്നും കയറുന്നില്ല. നിഷ്കളങ്കനായി നടക്കണം. അതൊക്കെ നമുക്ക് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് അല്ലേ? പ്രയാസമാണ്. നിഷ്കളങ്കനായിട്ട് നടന്ന് നീതി എല്ലാം പ്രവർത്തിക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷെ എങ്ങനെയാ പറ്റുന്നത്? നമ്മുടെ ബുദ്ധി കൊണ്ടോ, നമ്മുടെ ശക്തി കൊണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടോ നമുക്കൊരിക്കലും അത് സാധ്യമല്ല, ഒരു സംശയവുമില്ല. കാരണം നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മെ സാത്താൻ പല രീതിയിൽ നമ്മെ പരിശോധനകൾ കൂടി നമ്മളെ ഇങ്ങനെ ടെംപ്റ്റ് ചെയ്യും, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നമ്മളെ പ്രേരിപ്പിക്കും. അത് സാരമില്ല, അതൊക്കെ ചെയ്തു, കുഴപ്പമില്ല, ലോകത്തെല്ലാവരും ചെയ്യുന്നതല്ലേ, അല്ലെ ഇന്ന ഉപദേശി അങ്ങനെ ചെയ്യുന്നതല്ലേ, ഇന്ന മൂപ്പൻ അങ്ങനെ ചെയ്യുന്നില്ലേ, ഇന്ന സഭയുള്ള ഇന്നാരിങ്ങനെ ചെയ്യുന്നതല്ലേ, അതൊന്നും സാരമില്ല. അപ്പോൾ നമ്മെ ഈ
ഈ നീതി പ്രവൃത്തി ചെയ്യുന്നതിൽ തടയാൻ എപ്പോഴും പിശാച് നമ്മളോട് കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടക്കുന്നു പറഞ്ഞതുപോലെ ഈ സാത്താനും നമ്മളെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വിശുദ്ധന്മാരെ എങ്ങനെ തെറ്റിക്കണം, എങ്ങനെ ഏത് രീതിയിൽ അവരെ ആ കുഴിയിൽ ചാടിക്കണം എന്നുള്ള ശ്രദ്ധയോടുകൂടി ഈ സാത്താൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മളൊരു ചെറിയൊരു ചാൻസ് കൊടുത്താൽ മതി. നമ്മൾ അങ്ങോട്ടൊന്നും പോകണ്ട, നമ്മുടെ അടുത്ത് വരും, ഇങ്ങോട്ട് വന്ന് പറയും, എടാ ഇന്ന ഒരു കുഴപ്പമില്ല, ഇച്ചിരി അതിൽ മന്ദിക്കോ, കുഴപ്പമില്ല, അല്ലെ അവന്റെ പൈസ മോഷ്ടിച്ചോ, അല്ലെ അവനെ പറ്റി 2 വർത്താനം മോശം പറഞ്ഞോ, ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മെ സാത്താൻ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ തെറ്റിക്കുക എന്നുള്ളതാണ്, അത് സാത്താന്റെ ജോലിയാ. അത് സാത്താനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ കുഴപ്പമല്ലെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഈ സാത്താന്റെ കെണി ഒരുക്കുമ്പോൾ അതിൽ വീഴാതിരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. സാത്താന്റെ ജോലി അവൻ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ അതിൽ വീഴാതിരിക്കുക, ആ ട്രാപ്പിൽ നമ്മൾ പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് അവിടെ നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കണമെന്ന് അവിടെ പറയുന്നത്. കൊലോസിയർ 1:10 വായിക്കാം. ബുക്ക് ഓഫ് കൊലോഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 10. കൊലോസ്യർ 1:10. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാണെന്ന് നടന്ന ആത്മീയമായ സകല ജ്ഞാനത്തിലും അവരുടെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം എന്ന് പറയാം. ആ നടപ്പിനെ പറ്റി മാത്രം ഞാൻ പറയാം. അവിടെ കർത്താവിന് യോഗ്യമാം വിധം. എന്താണ് കർത്താവിന് യോഗ്യമാം വിധം നടക്കണമെന്ന് പറയുന്നത്? കർത്താവിന്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, അല്ലെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. കർത്താവ് നമ്മൾ കൽപ്പിച്ചിരിക്കുന്ന, പറഞ്ഞിരിക്കുന്ന, നമ്മോടൊത്ത് നടക്കുന്ന, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നടക്കുന്ന ഒരു സ്റ്റാൻഡേർഡിനെ ഒപ്പിച്ച് നമ്മൾ ജീവിക്കണം, നടക്കണം എന്നാണ് അവിടെ പറയുന്നത്. ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചല്ല. ഇപ്പൊ ലോകത്തിൽ പലരും പറയുമോ അത് സാരമില്ല, ചെറിയ ചെറിയ കള്ളമൊക്കെ പറയാം, പിന്നെ അല്പസ്വല്പമൊക്കെ വീഞ്ഞൊക്കെ കുടിക്കാം, മദ്യമൊക്കെ കുടിക്കാം, കുഴപ്പമില്ല, ഒത്തിരിയൊന്നും അമിതമായിട്ട് പാടില്ല, അല്ലെങ്കിൽ നമ്മൾ കൂട്ടം കൂടി ഇങ്ങനെ മറ്റ് പരിക്കുത്തുകൾക്കൊക്കെ പോകാം, സാരമില്ല, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ലോക സഹജമാണ് എന്നിങ്ങനെ ഈ ലോകം സാത്താന് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെങ്കിൽ കർത്താവിന് അത് പറ്റുന്നതാണോ? കർത്താവ് നമ്മോട് കൂടെ വസിക്കുമ്പോൾ കർത്താവിന് ഇപ്പൊ നമ്മള് ബാറിൽ പോവാന്ന് വെച്ചോ, ഇപ്പൊ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് വെച്ചോ, ഞാൻ സങ്കല്പിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ കർത്താവിന് വരാൻ പറ്റിയ സ്ഥലമാണോ ഈ സ്ഥലം നമ്മൾ പോകുന്നത്? നമ്മൾ അത് ശ്രദ്ധിക്കണം. കർത്താവിനെ കൊണ്ട് പോകാൻ പറ്റിയ സ്ഥലത്താണോ നമ്മൾ പോകുന്നത് എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അല്ലെ കർത്താവിന്റെ സ്റ്റാൻഡേർഡ് യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള പ്രവൃത്തിയാണോ നാം ചെയ്യുന്നത് എന്ന് നാം ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് ഇതുപോലത്തെ ചതിക്കുഴികൾ, സാത്താന്റെ ഈ ചതിക്കുഴിയിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇനി ഞാൻ ചുരുക്കട്ടെ. സങ്കീർത്തനം 139:10 വായിക്കാം. സാംസ് 139 വേഴ്സ് 10. അവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മളെ നടത്തുന്നതെന്ന്. അവിടെ ആ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവിടെ എന്താണ് പറയുന്നത്? അപ്പോൾ നാം ഈ പറഞ്ഞ നമ്മള് പത്രോസിന്റെ കാര്യം പറഞ്ഞു, പത്രോസിന്റെ കാര്യം കേട്ടു. അവൻ വെള്ളത്തിൽ വീണ്ടും മുങ്ങിപ്പോകാൻ തുടങ്ങി, പക്ഷെ കർത്താവിന്റെ കരം അവനെ പിടിച്ചു എന്ന് പറഞ്ഞതുപോലെ അവിടെ നമുക്കുള്ള വാഗ്ദത്തമാണ്, നമുക്കൊരു ഉറപ്പാണ്, നിന്റെ കൈ എന്നെ നടത്തും. ആ ഒരു ബോധ്യം നമുക്ക് വേണം. ഏത് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും കർത്താവ് നമ്മെ നടത്തും, നമ്മളെ കൈപിടിച്ച് വീഴാതെ നമ്മെ നടത്തും എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നാം ഒരിക്കലും പതറിപ്പോവുകയില്ല. മറ്റൊരു വാക്യം സങ്കീർത്തനങ്ങൾ 48:14 വായിക്കാം. സാംസ് 48 വേഴ്സ് 14. അവിടെയും നമുക്കൊരു ഉറപ്പ് നൽകുകയാണ്. അത് കഴിഞ്ഞ് ജീവപര്യന്തം വഴി. അവിടെ നിന്നാണ് പറയുന്നത്, നമ്മെ ജീവപര്യന്തം വഴി നടത്തും. നമ്മളെ ഇടയ്ക്ക് വെച്ച് വിട്ടുകളയുന്നവനല്ല,
കർത്താവ്. നമ്മൾ മനുഷ്യരൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് വിട്ടുകളയും. കുറച്ച് കഴിയുമ്പോൾ ചില സഹായങ്ങളൊക്കെ ചെയ്യും, കുറച്ചാളൊക്കെ നമ്മുടെ കൂട്ടായിട്ടൊക്കെ ഇരിക്കും, നല്ല സ്നേഹമായിട്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇവരെല്ലാം കൈവിടും. നമ്മുടെ ബന്ധുക്കൾ, മാതാപിതാക്കൾ, മക്കൾ, മറ്റുള്ള സ്നേഹിതന്മാർ, ഇവരെല്ലാം നമ്മെ കൈവിട്ടാലും നമ്മെ കൈവിടാത്ത, നമ്മെ സാന്ത്വനിപ്പിക്കുന്ന, നമ്മെ മുന്നോട്ട് നയിക്കുന്ന, നമ്മെ വീഴാതെ നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരു കർത്താവ് ഉണ്ട് എന്നുള്ള ആ ഒരു വലിയ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നാം പതറുകയില്ല, യാതൊരു സംശയവുമില്ല. ടിൽ ദ എൻഡ് നമ്മെ അവൻ ജീവപര്യന്തം, നമ്മുടെ മരണം എന്നാണോ നമുക്കറിയില്ല, ആ ദിവസം വരെ നമ്മെ നടത്തുവാൻ കഴിയുള്ള കർത്താവിലാണ് നാം ആശ്രയം വെച്ചിരിക്കുന്നത്. പക്ഷെ വേറൊരാൾ നടന്നു വരുന്നുണ്ട്. ഞാൻ മുമ്പേ ഒന്ന് പറഞ്ഞായിരുന്നു. 1 പത്രോസ് 5:8 ഒന്ന് വായിക്കാം. 1 Peter chapter 5 verse 8. അത് വേറൊരാളിങ്ങനെ നടക്കുന്നുണ്ട്. നമ്മളെ വീഴിക്കാൻ ആളിന്റെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്താം. 1 പത്രോസ് 5:8. 1 Peter chapter 5 verse 8. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പണി ഞാൻ മുമ്പേ പറഞ്ഞു. നമ്മെ ആരാണ് എന്റെ ചതിയിൽ വീഴുന്നത്, ആരെയാണ് എനിക്ക് വീഴ്ത്താൻ പറ്റുന്നത്, ആരെയാണ് എനിക്ക് വിഴുങ്ങാൻ പറ്റുന്നത്? പക്ഷെ ഒരു കാര്യം നാം ഓർത്തോണം, നമ്മുടെ സമ്മതമില്ലാതെ സാത്താൻ നമ്മുടെ മേൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഒരു ചെറിയൊരു ചാൻസ് കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നം. ചെറിയൊരു പഴുത് കൊടുക്കും നമ്മൾ. ചെറുത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മെ മൊത്തത്തിൽ വിഴുങ്ങുവാൻ ഈ സാത്താൻ കഴിയും. ചെറിയ ഇട കൊടുത്താൽ മതി. ഈ ഒട്ടകത്തിന് തല കൊടുത്ത കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? തല ചെറിയ സ്ഥലമേ കൊടുത്തോളൂ, തല ഇട്ടോട്ടെ വിചാരിച്ച് കൊടുത്തു കഴിഞ്ഞ് പിന്നെ അവസാനം ഈ ആളിനെ പുറത്താക്കി. ഈ സ്ഥലം കൊടുത്ത ആളിനെ പുറത്താക്കി. കാരണം പിന്നെ ഒട്ടകം ഇങ്ങ് ഫുൾ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വേറൊരാൾക്ക് സ്ഥലമില്ല അതിനകത്ത്. അപ്പോൾ അങ്ങനെ ഇതുപോലെയുള്ള ട്രാപ്പുകളിൽ ഒക്കെ നാം പെട്ടുപോകാം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. നാം ദൈവത്തോട് കൂടെയാണോ നടക്കുന്നത്? ദൈവത്തിന്റെ ആഗ്രഹപ്രകാരമാണോ നടക്കുന്നത്? നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. യഹോവയുടെ മുമ്പാകെയാണോ നാം നടക്കുന്നത്? യഹോവ എൻ്റെ പിന്നാലെ ഉണ്ട്, എന്നെ ശ്രദ്ധിക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും എല്ലാം ശ്രദ്ധിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഓർമ്മ വേണം. അതുപോലെ താഴ്മയോടെ നടക്കണമെന്നാണ് മീഖാ പ്രവചൻ പറയുന്നത്. അതുപോലെ പകൽ സമയത്തെന്നതുപോലെ മര്യാദയോടെ നടക്കണം എന്ന് പറയുന്നുണ്ട്. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല എന്ന് കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. മറ്റുള്ളവരെ അനുസരിച്ച്, നമ്മുടെ സുപ്പീരിയേഴ്സിനെ അനുസരിച്ച് നടക്കാനൊക്കെ നമുക്ക് ഇഷ്ടമാണ്, നമ്മൾ ചെയ്യും. അത് നമ്മുടെ ജോലിയുടെ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നമ്മളതെല്ലാം ചെയ്യും. പക്ഷേ ഇവിടെ ആത്മാവിനെ അനുസരിച്ച് നടക്കുക, നേരോടെ നടക്കുക, നിഷ്കളങ്കനായി നടക്കുക, കളങ്കം പെടാതെ. നമുക്ക് കളങ്കമൊക്കെ പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കളങ്കത്തിൽ നമ്മൾ ഇപ്പൊ റോഡിൽ നടന്നു പോകുമ്പോൾ ഒരു കാറോ ഒരു നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ചെളി നമ്മുടെ ദേഹത്ത് തെറിക്കും. നമ്മളൊന്നും അറിഞ്ഞല്ല, നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇങ്ങനെ ഒരു വെള്ളം കാണുമ്പോൾ അത് എൻ്റെ ദേഹത്തിൽ കാറോ വണ്ടിയോ ചെളി തെറിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഉള്ള ഒരു ചിന്തയോടുകൂടി നമുക്ക് അതിന് മുമ്പ് അവിടെ നിൽക്കണം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് അവിടെ പോയി അക്കരെ പോയി നിൽക്കണം, അല്ലെങ്കിൽ വളരെ മാറി നടക്കണം. അപ്പൊ നാം വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ വിശ്വാസ ജീവിതം നയിച്ചില്ലെങ്കിൽ നാം പലപ്പോഴും കുഴപ്പത്തിൽ ചെന്ന് ചാടും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. കർത്താവിന് യോഗ്യമാം വിധം നടക്കുക. ലോകത്തിന്റെ സ്റ്റാൻഡേർഡ്സിനല്ല, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് പ്രകാരം കർത്താവിന് യോഗ്യമാം വിധം നമുക്ക് നടക്കണം. നമ്മെ കൈപിടിച്ച് നടത്തുവാൻ, വീഴാതെ നമ്മളെ താങ്ങി നടത്തുവാൻ, ജീവപര്യന്തം വഴി നടത്തുവാൻ ഒരു കർത്താവുണ്ട്. പ്രശ്നങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം, രോഗങ്ങൾ വരാം, ദുഃഖങ്ങൾ വരാം, കൂട്ടുകാരെല്ലാം കൈവടിയാം. പക്ഷെങ്കിൽ നമ്മെ താങ്ങി നടത്തുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ അമിത ബലത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. സാത്താന്റെ കുതന്ത്രങ്ങൾ നാം ശ്രദ്ധയോടുകൂടി വീക്ഷിക്കണം. സാത്താന്റെ കെണിയിൽ കുടുങ്ങിപ്പോകാതെ അനുദിനം ദൈവസ്ഥയിൽ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് ദിനംതോറും ക്രിസ്തു എന്ന തലയോളം വളരുന്നവരായിട്ട് നമുക്ക് ജീവിക്കാൻ അനുദിനം. ആരും പെർഫെക്റ്റ് അല്ല, 100% ആരുമില്ല.
നാം അനുദിനം ആ ദൈവത്തിൽ നമ്മുടെ ആത്മീയമായി അഭിവൃദ്ധിപ്പെടുവാൻ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.